ഞാൻ ദർശന ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിതാ രാവിലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു കാഴ്ച കണ്ടപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്തു എന്നേ ഉള്ളൂ. ഇപ്പോൾ രാവിലെയൊക്കെ നല്ല തണുപ്പാണ്, അതുപോലെ തന്നെ നല്ല മഞ്ഞ് മൂടിയൊരു ക്ലൈമറ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് അത് കണ്ടപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്തു എന്നേ ഉള്ളൂ. ഇപ്പോൾ രാവിലെ നല്ല ഭംഗിയുള്ള നെൽപ്പാടവും സൂര്യനെയൊക്കെ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് വിശേഷങ്ങളും അതുപോലെ ഒരു ചെറിയ ഗാർഡൻ സെറ്റ് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെയാണ് ഞാനിത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മിക്ക ദിവസവും നമ്മുടെ വീട്ടിലേക്ക് വരാറുള്ള കുറച്ച് ആൾക്കാരാണ് കേട്ടോ ഇത്. പന്നിയും അതിന് 4 കുട്ടികളും ഉണ്ട് കേട്ടോ. അപ്പോൾ ആ വലിയ പന്നി അതിൻ്റെ ഉള്ളിലുണ്ട്. ഇതൊക്കെ കുട്ടികളാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ആ ഒരു ഒച്ചയും അനക്കൊക്കെ കേട്ടപ്പോൾ അത് അതിൻ്റെ ഉള്ളിലേക്ക് ഓടി പോവുകയാണ്. എന്നാലും ഒട്ടും തന്നെ പേടിയില്ലാതെ അത് പിന്നെയും ഇങ്ങോട്ട് വരികയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തേക്ക് ഇടുന്നതൊക്കെ കഴിക്കാനായിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ വേസ്റ്റൊന്നും പുറത്തേക്ക് ഇടാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ നായക്കളുടെ സൗണ്ട് കേട്ടപ്പം അത് ജീവനം കൊണ്ട് ഓടുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇത് 2 പൈപ്പാണ്. ഇത് അത്യാവശ്യം നല്ല വണ്ണത്തിലായിട്ടുള്ള 2 പൈപ്പാണ്. ഡയറക്റ്റായിട്ട് നമ്മൾ മണ്ണിലേക്ക് തന്നെ അങ്ങ് താത്തി വെച്ചേക്കുകയാണ്. ഇത് വേസ്റ്റ് ഇടാനായിട്ട് നമ്മളിപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ അധികം സ്ഥലങ്ങളൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും നല്ല കാര്യമായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഈ 2 പൈപ്പിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ ആദ്യം വേസ്റ്റ് ഇട്ട് തുടങ്ങണം. ആ ഒരു വേസ്റ്റ് കംപ്ലീറ്റും അതിൽ ഫുള്ളായി കഴിഞ്ഞാൽ അത് മണ്ണിര വന്ന് തിന്നിട്ട് കമ്പോസ്റ്റായി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലാണ് നമ്മളിപ്പോൾ വേസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഫുള്ളായി കഴിഞ്ഞാൽ നമ്മൾ ഈ അപ്പുറത്ത് കാണുന്ന ആ ഒരു പൈപ്പിലേക്ക് പിന്നെ വേസ്റ്റ് ഇട്ട് തുടങ്ങണം. അപ്പോൾ ഈ ഒരു സംഭവം കണ്ടപ്പോഴേ ഞാനതൊന്ന് ജസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ നമ്മുടെ ഗാർഡനിൽ ഇപ്പോൾ കുറേ ഫ്ലവേഴ്സൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുതിയതായിട്ട് ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നമ്മൾ വെച്ച് തുടങ്ങിയേക്കുകയാണ്. അപ്പോൾ കൂടുതലും ചൈനീസ് ബേർഡ്സാണ് ഇപ്പോൾ നമ്മൾ വെച്ച് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു 7-8 വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പെയിൻറ്റിൻ്റെ ടിന്നുകളാണ്. അപ്പോൾ ഇതിനെല്ലാം തന്നെ ഓരോ ഹോൾ ഇട്ട് കൊടുത്ത് പെയിൻറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിലൊക്കെ കുറച്ച് ചെടികൾ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പെയിൻ്റ് അടിക്കാൻ വേണ്ടി എടുത്തു വെച്ചതായിരുന്നു. അപ്പോൾ ഇത് മുന്നേ തന്നെ ഞാനിങ്ങനെ പെയിൻറ്റൊക്കെ കൊടുത്തിട്ട് ഇതിലിങ്ങനെ ഈ ഒരു സിങ്കോണിയത്തിൻ്റെ വെറൈറ്റീസും അതുപോലെ തന്നെ നമ്മുടെ 10 മണിപ്പൂ ടേബിൾ റോസ് ഇല്ല, അതെല്ലാം തന്നെ അങ്ങ് വെച്ച് കൊടുത്തേക്കുകയാണ്. അപ്പോൾ ചെറിയ പ്ലാന്റുകളാണ് അങ്ങനെയുള്ള ചെറിയ പോട്ടുകളിൽ വെച്ച് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇത് കുറച്ച് ഇഷ്ടിക ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്കായിട്ട് മണ്ണിട്ട് കൊടുത്തിട്ട് ഡയറക്റ്റായിട്ട് മണ്ണിൽ തന്നെ കുറച്ച് ചൈനീസ് ബാൾസത്തിൻ്റെ വെറൈറ്റീസ് വെക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ 7-8 വെറൈറ്റീസ് ഉണ്ടല്ലോ. അപ്പോൾ എല്ലാം തന്നെ പിടിച്ച് കിട്ടുന്നതൊക്കെ പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ വെച്ചതാണ്. അതുപോലെ തന്നെ പോട്ടുകളിലും ഇതിൻ്റെ വെറൈറ്റീസ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ചൈനീസ് ബാൾസത്തിൻ്റെ താഴെയായിട്ട് വൈറ്റ് കളറിൽ കാണുന്നുണ്ടായിരുന്നത് കഞ്ഞിവെള്ളമായിരുന്നു കേട്ടോ. അത് നമ്മൾ അതിൻ്റെ ചുവട്ടിലായിട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഈ ഐസ്ക്രീമിൻ്റെ പോട്ടുകളും പഴയ കുപ്പികളൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ ചെടികളൊന്നും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര മാത്രമാണ് ഇപ്പോൾ ഗാർഡനിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യുമ്പോൾ ബാക്കി ഷൂട്ട് ചെയ്തിട്ട് കാണിക്കാവുന്ന. ഈ ഒരു വീഡിയോ നമ്മൾ മുന്നേ തന്നെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. നമ്മൾ വീട്ടിലേക്ക് വാഷിംഗ് മെഷീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയേക്കായിരുന്നു. അപ്പോൾ ഫ്രണ്ട് ഡോറുള്ള വാഷിംഗ് മെഷീൻ തന്നെ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ 2-3-4 ഷോപ്പുകളിൽ കയറിയിട്ട് അവിടത്തേക്ക് റേറ്റ് അന്വേഷിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഷോപ്പിലേക്ക് വന്നത്. അപ്പോൾ അവിടത്തേക്ക് വെച്ചിട്ട് ഒരു ചെറിയ റേറ്റിൻ്റെ വ്യത്യാസം തോന്നിയപ്പോൾ നമ്മൾ ഇവിടുന്ന് തന്നെ സാധനം എടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഒരു ഈവനിങ് ടൈം ആയപ്പോഴാണ് നമ്മളത് വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെന്തായാലും ഒരു നൈറ്റൊക്കെ ആകുമ്പോഴേക്കും വീട്ടിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് തന്നെ എന്തായാലും സാധനം വീട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഈ ഒരു വാഷിംഗ് മെഷീൻ മാത്രമല്ല ഇന്ന് വാങ്ങിക്കാനുള്ളത്, വീട്ടിലേക്ക് ഒരു 2-3 ഫർണിച്ചർ കൂടെ നമുക്ക് വാങ്ങിക്കാൻ ഇന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഡബിൾ ഡോറുള്ള ഫ്രിഡ്ജൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഡൈനിങ് ടേബിൾ നോക്കാനായിട്ട് പിന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് ഡൈനിങ് ടേബിളിൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ അലമാരയുടെ ഒക്കെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാം തന്നെ പോയി നോക്കിയിട്ടാണ് ഒരെണ്ണം സെലക്ട് ചെയ്തത്. അപ്പോൾ എനിക്കെല്ലാം കണ്ടപ്പോൾ 2-3 നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതെടുക്കണം എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ വരുന്ന അത്രയും നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടുന്ന് ഒരു ഡൈനിങ് ടേബിളും സെലക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് എന്തായാലും ഒരു കട്ടിലും കൂടെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇവിടുന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്.
അപ്പോൾ ഡൈനിങ് ടേബിൾ ഉണ്ടായിരുന്നത് മുകളിലത്തെ ആ ഒരു ഫ്ലോറിലായിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മൾ ഡൈനിങ് ടേബിൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ടീപ്പോയി. അപ്പോൾ അതും കൂടെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു കട്ടിലാണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടെ നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ അവർ നമ്മുടെ വീട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയപ്പോഴേക്കും ഒരുപാട് ടൈം ആയതുകൊണ്ട് തന്നെ അവർ പിറ്റേ ദിവസം അത് വീട്ടിലെത്തിക്കാമെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് അലമാരകൾ ഞാൻ ഷൂട്ട് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ കുഞ്ഞാവിടെ ഒരു മെയിൻ പരിപാടിയാണ് എക്സസൈസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അവൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല കുഞ്ഞാവ് ചെയ്യുന്നത്, സ്വന്തമായിട്ട് വീഡിയോസൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ കുട്ടി ഇത് ചെയ്യുമ്പോൾ നമ്മളിത് കണ്ടിരിക്കണമെന്ന് കുഞ്ഞാവയ്ക്ക് നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇത് കാണാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഭയങ്കര വാശിയായിരിക്കും. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് കാണാൻ വേണ്ടിയിട്ട് അവിടെ വന്നിരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്ക് നല്ല ഇഷ്ടമാണ് എക്സസൈസ് ചെയ്യാനൊക്കെ. അപ്പോൾ ഏത് സമയമാണെങ്കിലും ആൾക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സമാധാനമുള്ളൂ. അപ്പോൾ ഈ ഒരു നേരത്തെ എന്നും തന്നെ ഇത് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ കുഞ്ഞാവ് തന്നെയാണ് എന്നോട് ഇത് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ആൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ വീഴാനൊക്കെ പോകുന്നുണ്ടായിരുന്നു. അതൊന്നും ആൾക്കൊരു വിഷയമല്ല. അപ്പോൾ നമ്മൾ ചിരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അധികം ചിരിക്കാനൊന്നും പോയില്ല കേട്ടോ. അപ്പോൾ ആളിത് നന്നായിട്ട് എക്സസൈസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇതിപ്പോൾ വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ആളിങ്ങനെ ഓരോരോ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതൊന്നും അല്ലാതെ തന്നെ കറക്റ്റായിട്ട് ആൾ എക്സസൈസൊക്കെ നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, സ്വന്തമായിട്ട് ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളാണ്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഓരോന്നും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളെന്തായാലും കുഞ്ഞാവിടെ എക്സസൈസ് ഒന്ന് കണ്ടു നോക്കൂ. അങ്ങനെ കുഞ്ഞാവ കുറേ നേരം എക്സസൈസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആകെ ക്ഷീണമായപ്പോൾ പറഞ്ഞു കാപ്പി വേണം, കാപ്പി ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ആളങ്ങനെ കാപ്പി കുടിക്കുന്ന ആളൊന്നും അല്ല കേട്ടോ. അപ്പോൾ വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എങ്ങാനും കുടിച്ചു പോയാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഉണ്ടാക്കിയതാണ്, അല്ലാതെ ആൾ കുടിക്കുകയൊന്നുമില്ല. ഇത് വേണമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ട് ഒരു തുള്ളി പോലും അതൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കേക്ക് ഉണ്ടായിരുന്നു, നമ്മുടെ പ്ലം കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ആൾക്ക് കാപ്പിയും വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ അതങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ പീസാക്കി എടുത്തിട്ട് ആൾക്ക് കൊടുത്തപ്പോൾ അതും ആൾക്ക് വേണ്ട കേട്ടോ. അപ്പോൾ ആളതൊന്നും കഴിച്ചില്ല. പിന്നെ നല്ല ഇരുട്ടായി തുടങ്ങിയപ്പോൾ ആകാശം കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല ഒരു കളറായിട്ട് നല്ല തീയൊക്കെ പരന്ന് തീ കത്തുന്ന പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നിയപ്പോൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.